ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ രണ്ടാം ഘട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് മുകളിലുള്ളവയെല്ലാം ശരിയാണ്. ഫസ്റ്റ്, നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പിസ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പിസ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. അപ്പം വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചു. വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് ചട്ടമ്പിസ്വാമികളുടെയാണ്. നാണു ആശാനെ അയ്യാസ്വാമികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ചട്ടമ്പിസ്വാമികളാണ്. അപ്പോൾ ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് എന്നാണ് 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരത്തെ കൊല്ലൂർ കണ്ണമ്മൂലയിലാണ്. അപ്പോൾ കൊല്ലൂർ കണ്ണമ്മൂലയിൽ 1853 ഓഗസ്റ്റ് 25 ജനനം. സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നീ വിശേഷണങ്ങളുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം. കൊച്ചിൻ പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പനാണ്. ഹിന്ദു പുലയ സമാജം എന്ന് പറയുന്നത് കുറുമ്പൻ ദൈവത്താനാണ്. അതായത് ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്താനും. കൊച്ചിൻ പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ. പുലയ മഹാസഭ അയ്യങ്കാളിയാണ്. ഈഴവ സമാജം എന്ന് പറയുന്നത് TK മാധവൻ. ഈഴവ മഹാസഭ ഡോക്ടർ പൽപ്പു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് B ആണ്. അതായത് മരുതം എന്ന് പറയുന്നത് തണ്ണീർത്തട കൃഷിയാണ്. പാലയ എന്ന് പറയുന്നത് കൊള്ളയടിക്കുന്നു. മുല്ലൈ എന്ന് പറയുന്നത് മൃഗസംരക്ഷണം. നെയ്തൽ എന്ന് പറയുന്നത് മരുതം തണ്ണീർത്തട കൃഷിയാണ്. പാലയ എന്ന് പറയുന്നത് കൊള്ളയടിക്കലാണ്. മുല്ലൈ എന്ന് പറയുന്നത് മൃഗസംരക്ഷണമാണ്. നെയ്തൽ എന്ന് പറയുന്നത് ഉപ്പ് നിർമ്മാണമാണ്. ഇവിടെ സംഘസാഹിത്യത്തിൽ തമിഴ് വികസിപ്പിച്ചു വന്നതാണ് തിണസങ്കല്പം എന്ന് പറയുന്നത്. ഇനി മുല്ല എന്ന വാക്കിനർത്ഥം കാട് എന്നാണ്. ഏറ്റവും വളക്കൂറുള്ളത് മരുതം തിണയാണ്. മരുതം എന്ന വാക്കിനർത്ഥം കൃഷിഭൂമി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ആൻസർ ഗാന്ധിജിയാണ്. അപ്പോൾ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിന് ഇളക്കി എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അപ്പം പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടുവെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അത് ഇളക്കി എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അതേകൂട്ട് തന്നെ ദാദാഭായ് നവറോജി എന്ന് വെച്ചാൽ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി. ഇത് ഇത്രയും ദാദാഭായ് നവറോജിയാണ്. ബാലഗംഗാധര തിലകൻ എന്ന് വെച്ചാൽ ലോകമാന്യ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യ അരാജകത്വത്തിൻ്റെ പിതാവ്, ഇവയൊക്കെ ബാലഗംഗാധര തിലകാണ്. ഡോക്ടർ BR അംബേദ്കർ എന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ആധുനിക മനു എന്ന് അറിയപ്പെടുന്നു. പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മളിവിടെ ചോദിച്ചത് ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചതെന്ന് വെച്ചാൽ ഗാന്ധിജിയാണ്. ഗാന്ധിജി അതേപോലെ പറഞ്ഞിട്ടുള്ളൊരു കോട്ടാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടു എങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിനെ ഇളക്കിയതിന് ഈ ഓപ്ഷനിൽ കൊടുത്തത് ദാദാഭായ് നവറോജിയെ കുറിച്ച് അറിയാമെങ്കിൽ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ബാലഗംഗാധര തിലകാണെങ്കിൽ ലോകമാന്യ എന്നറിയപ്പെടുന്നു. ഇന്ത്യ അശാന്തിയുടെ പിതാവ്, ഇന്ത്യ അരാജകത്വത്തിൻ്റെ പിതാവ്, സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യൂ എന്ന് പ്രഖ്യാപിച്ച നേതാവും ബാലഗംഗാധര തിലകാണ്. ഇന്ത്യ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? ആൻസർ എന്ന് വെച്ചാൽ വാൻഡർ ഹോഗൻ ആണ്. അന്നേരം 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? വാൻഡർ ഹോഗൻ ആണ്. സ്റ്റീഫൻ വാൻഡർ ഹോഗൻ സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ വർഷം എന്ന് പറയുന്നത് 1604 നവംബർ 11. അപ്പോൾ സ്റ്റീഫൻ വാൻഡർ ഹേഗ്
വാങ് ദ ഹേഗ് സാമുദ്രികമായ ഉടമ്പടി ഉണ്ടാക്കിയ വർഷം 1604 നവംബർ 11. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്സ് ആണ്. ഹോർത്തൂസ് മലബാറിക്സ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രിഡ് ആണ്. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താനാണ് ഡിലനോയി എന്ന് പറയുന്നത്. ഡിലനോയിയെക്കുറിച്ച് എന്താണ് പറയുന്നത്? തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ. ഹോർത്തൂസ് മലബാറിക്സ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്? അഡ്മിറൽ വാൻഡ്രിഡ്. കുളച്ച യുദ്ധത്തെ മാർത്താണ്ഡവർമ്മയോട് പരാജയപ്പെട്ടതിന് ശേഷമാണ് ഡിലനോയി തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപൻ ആയത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ പറയുന്നവയെ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരുന്നത്? ആൻസർ എന്ന് പറഞ്ഞാൽ മുകളിലുള്ളവയെല്ലാം. ജമാഅത്ത് ഇസ്ലാമി, ആനന്ദ് മാർഗ്, RSS, മാവോയിസ്റ്റ് CPM, ML ഇത് ഇത്രയും അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരുന്നതാണ്. 1955 ബീഹാറിൽ ജമാൽപൂരിലാണ് ആനന്ദ് മാർഗ് എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത്. അപ്പോൾ ആനന്ദ് മാർഗ് എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് എവിടാണ്? ബീഹാറിൽ ജമാൽപൂരിലാണ് 1955. ആത്മസാക്ഷാത്കാരവും മനുഷ്യരാശിക്കുള്ള സേവനവും എന്നതാണ് ആനന്ദ് മാർഗിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് RSS എന്ന് പറഞ്ഞാൽ 1925 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ സ്ഥാപിച്ച ഹിന്ദു ദേശീയവാദി സംഘടനയാണ് RSS എന്നാണ് 1925 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ. രാഷ്ട്രീയ സ്വയം സേവാ സംഘം എന്നാണ് പൂർണ്ണനാമം. എന്താണ്? രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്നാണ് RSSൻ്റെ ഫുൾ ഫോം. സ്ഥാപകൻ എന്ന് പറയുന്നത് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവർ ആണ് സ്ഥാപകൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മാവോയിസ്റ്റ് പാർട്ടിയാണ് CPIC മാവോയിസ്റ്റ്. 2004 സെപ്റ്റംബർ 21 CPM, പീപ്പിൾസ് വാർ, മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെൻറ്റർ എന്നീ പാർട്ടികൾ ലയിച്ചാണ് CPI നിലവിൽ വന്നത്. ജമാഅത്ത് ഇസ്ലാമി 1941 സയ്യിദ് അബുൽ അല മൗദൂദി സ്ഥാപിച്ച ഒരു ഇസ്ലാമിക മൗലികവാദ പ്രസ്ഥാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാഹോർ ഗൂഢാലോചന കേസ് 1931 മാർച്ച് 23 താഴെ പറയുന്ന ആരെയാണ് തൂക്കിലേറ്റത്? ആൻസർ രാജ്ഗുരു ആണ്. എന്നാണ് 1931 മാർച്ച് 23. ഭഗത് സിംഗ്, ബതുകേശ്വർ ദത്ത് എന്നിവർ അംഗങ്ങളായ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് ലാഹോർ ഗൂഢാലോചന കേസ്. 1929 ഏപ്രിൽ 8 ഭഗത് സിംഗ്, ബതുകേശ്വർ ദത്ത് എന്നിവർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ചെന്ന് വിപ്ലവം ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തുകയും ബോംബെറിയുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന വിചാരണയ്ക്ക് ശേഷം 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. ആരൊക്കെയാണ് തൂക്കിലേറ്റിയത്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് രാമചന്ദ്ര ഗുഹയാണ്. അതേകൂട്ട് തന്നെ ഇതിനകത്ത് ഓപ്ഷൻ ബിപിൻ ചന്ദ്രയുടെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് ദ റൈസിംഗ് ആൻഡ് ഗ്രോത്ത് ഓഫ് എക്കണോമിക് നാഷണലിസം. എന്താണ്? ദ റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് എക്കണോമിക് നാഷണലിസം, ജനാധിപത്യത്തിൻ്റെ നാമത്തിൽ. ഇവയൊക്കെ ബിപിൻ ചന്ദ്രൻ്റെയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ കൊടുത്തിരുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ B ആണ്. 2, 4 ശരിയല്ലാത്തത്. അപ്പോൾ ശരിയായവ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു. റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്. റെയിൻ ഓഫ് ടെറർ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1888 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷമാണ് 1688 എന്ന് പറയുന്നത്. രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നു. വടക്കേ അമേരിക്കയിലെ ബ്രിട്ടൻ്റെ 13 കോളനികൾ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സ്വാതന്ത്ര്യസമരമാണ് അമേരിക്കൻ വിപ്ലവം. അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നാണ്. ഏകാധിപത്യം, ജന്മിത്വം, സാമൂഹ്യ അസമത്വം എന്നിവയ്ക്കെതിരെ 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപമാണ് ഫ്രഞ്ച് വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായത് റഷ്യൻ വിപ്ലവം. അതായത് ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായത് റഷ്യൻ വിപ്ലവമാണ്.
18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപമാണ് ഫ്രഞ്ച് വിപ്ലവം. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവാണ് ജെയിംസ് രണ്ടാമൻ. ചൈനയെ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച റിപ്പബ്ലിക് ഭരണത്തിന് തുടക്കം കുറിച്ച വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം എന്ന് പറഞ്ഞത്. അതായത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച റിപ്പബ്ലിക് ഭരണത്തിന് തുടക്കം കുറിച്ച വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്? വിഷ്ണു ദേവ സായി ആണ്. അതെ, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി ആണ്. രാജസ്ഥാനിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഭജൻലാൽ ശർമ്മയാണ്. ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഷിബു സോറനാണ്. നിലവിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യന് ആൻസർ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്ന ഏതാണെന്ന് വെച്ചാൽ പെൻസില പീഠഭൂമിയും കുന്നുകളുമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം ഏതാണ്? പെൻസില പീഠഭൂമിയും കുന്നുകളുമാണ്. അത് ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ്. അതായത് ട്രാൻസ് ഹിമാലയത്തിന് കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടുമ്പോൾ ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെതീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നു രൂപപ്പെട്ടതാണ് ശാസ്ത്രജ്ഞന്മാർ കരുതുന്ന പർവ്വതനിര. ഹിമാലയ എന്ന വാക്കിന് അർത്ഥം മഞ്ഞിൻ്റെ വീട് എന്നാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലുള്ളതാണ് പടിഞ്ഞാറൻ തീരസമതലം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവന ശ്രദ്ധാപൂർവം വായിക്കാൻ. ഇവയുള്ളത് മുകളിൽ പറഞ്ഞിട്ടുള്ളവയെല്ലാം അവശിഷ്ട പാറകൾ മടക്കി കളയുന്നത് മൂലമാണ് മടക്കുമലകൾ രൂപപ്പെടുന്നത്. യുറാലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകളുടെ ഉദാഹരണങ്ങളാണ്. ഇവയെല്ലാം ശരിയാണ്. അതായത് അവശിഷ്ട പാറകൾ മടക്കി കളയുന്നത് മൂലമാണ് എന്ത് രൂപപ്പെടുന്നത്? മടക്ക് മലകൾ രൂപപ്പെടുന്നത്. യുറാലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകൾക്ക് ഉദാഹരണമാണ്.